തട്ടുകടയിൽ നിന്നും അതുപോലെ ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കാടമുട്ട ഫ്രൈ മിക്ക ആളുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതിനേക്കാളും രുചിയിൽ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി എടുത്താലോ? ആവശ്യത്തിനുള്ള കാടമുട്ട എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പുഴുങ്ങി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൗഡറും അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും വലിയ ജീരകം 1/4 ടീസ്പൂൺ വീതം എടുത്താൽ മതി കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടാണ് മുളക് പൊടി എടുക്കേണ്ടത്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ ഒരു മിക്സിംഗ് ഒക്കെ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പെട്ടെന്ന് തന്നെ അളവ് കൂടി പോവേ, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കാടമുട്ട ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാടമുട്ടൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഇനിയാണ് നമ്മുടെ കാടമുട്ടനെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് സുർക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. നമുക്ക് തട്ടുകടയിൽ നിന്നും ബീച്ചിൽ നിന്നൊക്കെ കിട്ടുന്നേക്കാളും സൂപ്പറായിട്ടുള്ള കാടമുട്ട ഫ്രൈ ആണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈസി റെസിപ്പികൾക്കായി ഷംനാസ് കിച്ചൺ ഫോളോ ചെയ്യണേ.